ഹായ് ഹലോ മക്കളെ, വെൽക്കം ടു Xylem Learning. ഇറ്റ്സ് മീ അക്ഷയ്, നിങ്ങളുടെ ബയോളജി ടീച്ചറാണ് കേട്ടോ. ബയോളജി ഫാക്കൽറ്റി ആണ് മക്കളെ. നിങ്ങൾക്ക് ബയോളജി പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് സാറ്. അപ്പൊ ഇന്ന് സാറ് വന്നിട്ടുള്ളത് ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ അല്ലെ, ലൈവ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബേഴ്സ് എന്ന ചാപ്റ്ററിലെ ഒരു ചെറിയൊരു കോണ്ടന്റുമായിട്ടാണ് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന നിരീക്ഷണ വസ്തു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. സ്ലൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാനാണ് സാറ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ലെറ്റ്സ് പ്രിപ്പയർ ദി ഒബ്സർവേഷൻ മെറ്റീരിയൽ. അപ്പൊ നിരീക്ഷണ വസ്തു എങ്ങനെയാണ് തയ്യാറാക്കുക? മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് വീക്ഷിക്കണ്ടേ? മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിക്കുന്നതിന് വേണ്ടി അപ്പൊ നിരീക്ഷണ വസ്തു എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏത് വസ്തുവാണോ നമുക്ക് നിരീക്ഷിക്കേണ്ടത്, അത് ഒന്നുകിൽ സ്റ്റെം ആവാം, അല്ലെങ്കിൽ റൂട്ട് ആവാം, എന്തും ആയിക്കോട്ടെ, പ്ലാന്റിന്റെ ഏതെങ്കിലും ഭാഗം ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ആ ഭാഗത്തെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു പെട്രി ഡിഷിൽ ഇട്ട് വെക്കുക. ആ പെട്രി ഡിഷിൽ വാട്ടർ ഉണ്ട് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നിരീക്ഷിക്കാനുള്ള വസ്തുവിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? പെട്രി ഡിഷിലുള്ള ആ ജലത്തിൽ ഈ വസ്തു ഇട്ട് വെക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്പെസിമെൻ എന്തുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ എളുപ്പമാണ്. ആ സ്പെസിമെൻ്റെ അകത്തുള്ള വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സ്പെസിമെനെ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് ഈസ് പുട്ട് ഇൻ ദ പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ ജസ്റ്റ് ടു പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ മെറ്റീരിയലിനെ നമ്മൾ എവിടെ ഇട്ട് വെക്കുന്നത്? പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പാത്രമാണ് പെട്രി ഡിഷ്. ഈ ഒരു പാത്രമാണ് മക്കളെ പെട്രി ഡിഷ്. അപ്പോൾ ഈ പെട്രി ഡിഷിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ, ഓക്കെ, അത് സ്റ്റെമ്മിൻ്റെ കഷ്ണമാവാം, റൂട്ടിൻ്റെ കഷ്ണം, എന്തോ ആയിക്കോട്ടെ, ആ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും? ആ പെട്രി ഡിഷിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കും, വാട്ടറിൻ്റെ അകത്ത് ഇട്ട് വെക്കും. അപ്പോൾ വാട്ടറിനകത്ത് ഇട്ട് വെക്കാനുള്ള റീസൺ പഠിച്ചു വെക്കണം. എന്തിനാണ്? ആ മെറ്റീരിയലിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായി, ജലാംശം നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിട്ട്, ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് മക്കളെ? നമ്മൾ ആ പെട്രി ഡിഷിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ ഒരു സ്പെസിമെൻ ഉണ്ടല്ലോ, റൂട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റെം ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, തൽക്കാലം ഞാൻ സ്റ്റെം ആണെന്ന് കരുതാം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു? അതിന് നമ്മളൊരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കുറുകെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഇതുപോലെ കുറുകെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഒരു ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ നേർത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ശ്രദ്ധിക്കണം, നിരീക്ഷിക്കാനുള്ള വസ്തുവിൻ്റെ കുറുകയുള്ള നേർത്ത ഛേദങ്ങൾ എടുക്കും. അത് കുറുകയാണ് എടുക്കുന്നതെന്ന് ഓർത്ത് നോക്കുക. കട്ട് ചെയ്യും. വളരെ നേർത്ത സെക്ഷൻ, തിൻ സെക്ഷൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ടേക്ക് തിൻ ക്രോസ് സെക്ഷൻ ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്. അപ്പോൾ നമ്മൾ കഷ്ണം അങ്ങനെ നമ്മളിങ്ങനെ മുറിച്ചുകൊണ്ടേയിരിക്കുവേ. അപ്പോൾ ഒരുപാട് സെക്ഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഒരുപാട് സെക്ഷൻസ് നമുക്ക് ആ ഒരു വേളയിൽ കിട്ടും. അപ്പോൾ അതിൽ ചില സെക്ഷൻസ് വളരെ തിന്നായിരിക്കും, പ്രോപ്പർ ഫുൾ പൂർണ്ണതയുള്ള സർക്കിൾ കിട്ടും. ചിലതിലാണെങ്കിൽ നമുക്ക് തിക്കായിരിക്കും, പൂർണ്ണത ഉണ്ടാവില്ല. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട്, ശ്രദ്ധിക്കണം മക്കളെ, ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന സെക്ഷൻസ്, നമ്മളിപ്പോൾ കട്ട് ചെയ്തല്ലോ, ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത സെക്ഷൻസിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കും. ആ വാച്ച് ഗ്ലാസ്സിൽ വാട്ടർ ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. അപ്പോൾ വാച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ സെക്ഷൻസ്, ക്രോസ് സെക്ഷൻസിന് എന്ത് ചെയ്യുക? ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ ഈ ഒരു പാത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? വാച്ച് ഗ്ലാസ് എന്ന് പറയാം കേട്ടോ. വാച്ച് ഗ്ലാസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മുടെ അപ്പച്ചട്ടിക്ക് സമാനമായ അതേപോലെ സാദൃശ്യമുള്ളൊരു പാത്രമാണ് വാച്ച് ഗ്ലാസ്. ആ വാച്ച് ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന സെക്ഷൻസിനെ മൊത്തത്തിൽ എന്ത് ചെയ്തു? അതിനകത്തേക്ക് നമ്മൾ ഇട്ട് വെച്ചു. ഓക്കെ, ഛേദങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് വാച്ച് ഗ്ലാസ്സിലെ ജലത്തിലേക്ക് മാറ്റി. അതിനുശേഷം എന്താ ചെയ്തെന്ന് നോക്കിക്കോളൂ. നമുക്കറിയാം, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സെക്ഷൻസ്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഛേദത്തിൽ ചില ഛേദം വളരെ നേർത്തതായിരിക്കും,
ചില ഛേദങ്ങൾ തടി കൂടുതലായിരിക്കും. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാ സെക്ഷൻസും എല്ലാ ഛേദങ്ങളും ഒരേപോലെ കിട്ടില്ല അല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് എന്താണ്? തിന്നസ്റ്റും കംപ്ലീറ്റുമായ സെക്ഷനാണ്. വളരെ നേർത്തതും കംപ്ലീറ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ പ്രോപ്പറായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ സർക്കിൾ പ്രോപ്പറായിട്ട് കാണുന്നതാണ് കംപ്ലീറ്റ് സെഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, തിന്നസ്റ്റും കംപ്ലീറ്റുമായ സെഷൻ, ഏറ്റവും കട്ടി കുറഞ്ഞതും പൂർണ്ണമായതുമായ ഛേദമാണ് നമ്മൾ പരിഗണിക്കുക കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയതും അതുപോലെ തന്നെ തിന്നായതുമായ ഛേദങ്ങളെ, സെക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായ വാച്ച് ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റും. ഫസ്റ്റ് ഉണ്ടായ വാച്ച് ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റും. എന്നാൽ ആ മറ്റ് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ വാച്ച് ഗ്ലാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കാണാം? അവിടെ നമുക്ക് സ്റ്റെയിൻ കാണാൻ പറ്റും. ഓക്കെ, നിറം നൽകുന്ന വസ്തുവാണ് സ്റ്റെയിൻ. ഓക്കെ മക്കളെ, ഒരു വസ്തുവിന് നിറം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ നിറം കൊടുക്കാനുള്ള സാധനമാണ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെയിൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെസിമെനിലേക്ക് ഈ സ്റ്റെയിൻ ആഴ്ന്നിറങ്ങുകയും ആ സ്പെസിമെനെ നമുക്ക് ഈസി, അല്ലെങ്കിൽ ആ ഒരു ക്രോസ് സെക്ഷൻ, ആ ഒരു ഛേദത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തിന്നസ്റ്റ് ആയതും കംപ്ലീറ്റ് ആയതുമായ സെക്ഷൻ, അതായത് ഏറ്റവും കട്ടി കുറഞ്ഞതും പൂർണ്ണമായതുമായ ഛേദങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ സ്റ്റെയിനിലിട്ട് വെച്ചു. ക്ലിയർ അല്ലേ? അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മൈക്രോസ്കോപ്പിൽ വെക്കാനുള്ള സ്ലൈഡ് ഉണ്ടല്ലോ, ആ സ്ലൈഡ് നമ്മൾ എടുക്കും. ഓക്കെ, സ്ലൈഡ്, ആ സ്ലൈഡിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ തുള്ളി ഗ്ലിസറിൻ അപ്ലൈ ചെയ്യും. ശ്രദ്ധിക്കണം, ഒന്നോ രണ്ടോ തുള്ളി ഗ്ലിസറിൻ നമ്മൾ അപ്ലൈ ചെയ്യും. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി മെറ്റീരിയൽ വെക്കാൻ പോവുകയാണ്. നമ്മൾ ആ ഒരു ഛേദം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിക്കേണ്ട ഛേദം നമ്മൾ അതിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത് വെക്കുമ്പോൾ അതിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകരുത്, അത് ഉണങ്ങിപ്പോകരുത്. ഉണങ്ങിപ്പോവാതിരിക്കാനായി, ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാനായി നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും മക്കളെ? ഒന്നോ രണ്ടോ തുള്ളി ഗ്ലിസറിൻ നമ്മൾ ഈ സ്ലൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ അല്ലേ? അതിനുശേഷം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഛേദങ്ങളൊക്കെ, നമ്മുടെ ആ ഒരു ക്രോസ് സെക്ഷൻ ഒക്കെ സ്റ്റെയിനിലാണുള്ളത് അല്ലേ? പൂർണ്ണതയുള്ളതും തിന്നസ്റ്റ് ആയതും അല്ലെ, കട്ടി കുറഞ്ഞതുമായ ഈ പറഞ്ഞിരിക്കുന്ന ക്രോസ് സെക്ഷൻസ്, അതായത് ഛേദങ്ങൾ ഇപ്പോൾ എവിടെയുള്ളത്? നമ്മുടെ സ്റ്റെയിനിലാണ്. അപ്പോൾ സ്റ്റെയിനിലുള്ള ഈ ഛേദങ്ങളിൽ ഒന്നിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു വെള്ളത്തിൽ, പ്യുവർ വാട്ടർ, ശ്രദ്ധിക്കണം, നമ്മൾ ആ ഒരു സ്റ്റെയിൻഡ് ആയിട്ടുള്ള സെക്ഷനെ നമ്മൾ ക്ലീൻ ചെയ്യും. ആ വാട്ടറിൽ, ക്ലീൻ വാട്ടറിൽ നമ്മളൊന്ന് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്റ്റെയിൻ അധികം ഉണ്ടാവും. അപ്പോൾ അധികമുള്ള സ്റ്റെയിനിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ സ്റ്റെയിൻഡ് സെക്ഷനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ നമ്മുടെ ഗ്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ നമ്മൾ ഗ്ലിസറിൻ ഒറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലേക്ക് നമ്മുടെ ഈ സെക്ഷനെ നമ്മൾ മാറ്റും. ഓക്കെ, അതിലേക്ക് നമ്മുടെ സെക്ഷനെ നമ്മൾ മാറ്റി വയ്ക്കും. അതിനുശേഷം ശ്രദ്ധിക്കണം, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കവർ ഗ്ലാസ്. ഓക്കെ, ഒരു കവർ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഈ കാണുന്ന ഭാഗമാണ്, ഈ കാണുന്ന ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കവർ ഗ്ലാസ് എന്ന് പറയുക. ആ ഒരു കാര്യമാണ് കവർ ഗ്ലാസ്. കവർ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി എയർ ബബിൾ കയറാത്ത രീതിയിൽ, എയർ ബബിൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ എയർ ബബിൾ കയറാതിരിക്കാനായിട്ട് നീഡിൽ ഉപയോഗിച്ചുകൊണ്ടാണ്, ശ്രദ്ധിക്കുക, നീഡിൽ, സൂചി ഉപയോഗിച്ചുകൊണ്ട് നീഡിലിൻ്റെ സഹായത്തോടു കൂടി എയർ ബബിൾ കയറാത്ത രീതിയിൽ നമ്മൾ ഈ കവർ സ്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കവർ ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യും? സ്ലൈഡിന് മുകളിലൂടെ വയ്ക്കും. അങ്ങനെ അമിതമായി വരുന്ന ഗ്ലിസറിൻ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തുടച്ചു മാറ്റി നമ്മുടെ സ്ലൈഡ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടൈം ഫോർ ദ ഒബ്സർവേഷൻ, നമ്മളിനി മൈക്രോസ്കോപ്പിലൂടെ ഈ സ്ലൈഡ് വീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയുമാണ് മൈക്രോസ്കോപ്പിലൂടെ ഒരു വസ്തുവിനെ നമ്മൾ നിരീക്ഷിക്കുന്നതിന് മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. തുടർന്ന് വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട്, കോണ്ടന്റുമായിട്ട് സാർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.